എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനുകൾ ഓതാനുള്ള ഒരു മനസ്സ് നമ്മളിൽ പലർക്കും ഇല്ലാതെ പോകുന്നു. അള്ളാന്റെ ഖുർആൻ ഓതേണ്ട എത്രയോ സൂറത്തുകൾ, ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഓതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? സൂറത്തുൽ ഫാത്തിഹ ഓതാൻ അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, എല്ലാവർക്കും അറിയുന്നതാ. എല്ലാ രോഗങ്ങൾക്കുമുള്ള ശിഫയാണ് ഫാത്തിഹ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ടവരെ, ഏതെല്ലാ രോഗങ്ങൾ, എത്രയോ രോഗങ്ങൾക്കുള്ള മരുന്നാണ് സൂറത്തുൽ ഫാത്തിഹ. അതങ്ങോട്ട് ഓതി ഇത്തിരി വെള്ളത്തിൽ ഓതി കുടിക്ക്. എന്റെ പ്രിയമുള്ളവരെ, എത്രയോ രോഗങ്ങൾക്കുള്ള മരുന്നാണ് ആയത്തുൽ കുർസി. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ഒരു ആയത്തുൽ കുർസി എല്ലാവർക്കും ഓതാൻ അറിയുമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗ്ഗത്തിൽ പോകണോ ആയത്തുൽ കുർസി ഓത്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, മുത്തുനബി അവിടെ പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യന് ഫർള് നമസ്കാരം കഴിഞ്ഞിട്ട് ആയത്തുൽ കുർസി നിത്യമായിട്ട് ഓതുന്നുണ്ടെങ്കിൽ അവന്റെയും സ്വർഗ്ഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറയേ ഉള്ളൂ. ഒരേ ഒരു മറ. അത് ഏതു മറ? അത് ഖബർ, അത് മരണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയത്തുൽ കുർസി ഓതുന്ന ഒരു മനുഷ്യന് സ്വർഗ്ഗത്തിൽ പോകാൻ ഒറ്റ തടസ്സമേ ഉള്ളൂ. ഒരേ ഒരു തടസ്സമേ ഉള്ളൂ. സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ മരിക്കണം. മരിച്ചാലല്ലേ പോകാൻ പറ്റൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഓതാൻ അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? എല്ലാവർക്കും ആയത്തുൽ കുർസി അറിയാം. എത്ര പേര് ഓതുന്നു? സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു ഓതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന സൂറത്ത് ഓതാൻ അറിയാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടോ? എല്ലാവർക്കും അറിയാം. എന്നാൽ എത്ര പേര് ഓതും? എത്ര പേരാ ഓതാ? നല്ല മനസ്സോടുകൂടി, തൗബയുടെ മനസ്സോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒറ്റ പ്രാവശ്യം ഓതിയ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഈ സൂറത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ, അല്ലാഹുവേ എന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു തരണേ അല്ലാ, ചെയ്തത് മുഴുവനും തെറ്റാണ് പടച്ചവനെ, ഇനി ഒരിക്കലും ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യില്ല അല്ലാ, ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുന്ന പടച്ചവനെ, ഈ മനസ്സോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അല്ലാഹു അവന്റെ പാപം മുഴുവനും പുറത്തു കൊടുക്കും. എന്റെ പ്രിയമുള്ളവരെ, സൂറത്തു യാസീൻ എത്ര മഹത്വമുള്ളതാ. യാസീൻ ഓതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? സൂറത്തു യാസീൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഓതിയിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സൂറത്തു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ അവൻ എന്താണോ റബ്ബിനോട് ചോദിക്കുന്നത് പടച്ചവൻ അത് കൊടുക്കുമല്ലോ. സൂറത്തുൽ മുൽഖ് എല്ലാവർക്കും അറിയുന്ന തബാറക്കല്ലദീ ബിയദിഹിൽ മുൽഖു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ സൂറത്ത് ആരെങ്കിലും മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഓതേണ്ട സൂറത്താ. ഈ സൂറത്ത് ഓതിയാൽ അവന്റെ ഖബറിന്റെ അകത്ത് അവന് യാതൊരു പേടിയും വേണ്ട. പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് ചെല്ലുമ്പോ പ്രകാശമാ, ഒരു ഭയവും വേണ്ട. നിന്റെ ഖബറിന്റെ അകത്ത് രക്ഷയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ വാഖിയ ഓതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇദാ വഖഅത്തുൽ വാഖിയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും അവന് ദാരിദ്ര്യം ഉണ്ടാകില്ല. സൂറത്തുൽ വാഖിയ ആരാണ് ഓതുന്നത്? നിർബന്ധമായിട്ട് നമ്മുടെ വീടുകളിൽ ഓതിപ്പിക്കണം. സൂറത്തുൽ വാഖിയ നമ്മുടെ മക്കളെ കൊണ്ട്, നമ്മുടെ പെൺമക്കളെ കൊണ്ട്, നമ്മുടെ ഭാര്യമാരെ കൊണ്ട് നിർബന്ധമായിട്ടും സൂറത്തുൽ വാഖിയ ഓതിപ്പിക്കുക. എന്റെ പ്രിയമുള്ളവരെ, ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരാതി പറയുന്നവരുണ്ട്, ഉസ്താദെ സിഹ്ർ ബാധിച്ചു, ശൈത്താൻ പിടിച്ചു, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതിനും സൂറത്തുണ്ട്. അള്ളാന്റെ ഖുർആനിൽ ഇല്ലാത്ത വല്ലതും ഉണ്ടോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ, വെള്ളിയാഴ്ച ദിവസം ഇന്ന് ഓതി എത്ര പേരുണ്ട്? സൂറത്തുൽ കഹ്ഫ് ഏതെങ്കിലും ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം ഓതിയാൽ ഒരാഴ്ച അവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരാഴ്ചത്തേക്ക്, അടുത്ത വെള്ളിയാഴ്ച വരെ ഇന്ന് ഓതിയവരാരും പേടിക്കണ്ട. നിന്റെ വീടിന്റെ കാര്യം അല്ലാഹു നോക്കിക്കൊള്ളും. നിന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വീട്ടിൽ ശൈത്താന്റെ ശർറുള്ളവരുണ്ട്, ശൈത്താന്റെ ശർറ് വരക്കുപോക്കൊക്കെ ഉള്ളവരുണ്ട്. മാറാൻ വഴിയുണ്ട്. സൂറത്തുൽ ബഖറ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറ ഏത് വീട്ടിൽ ഓതുന്നുണ്ടോ അവിടെ ശൈത്താനിന്റെ ശർറ് ഉണ്ടാകില്ല എന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിലെ ഓരോ സൂറത്തിന്റെ മഹത്വമാണ് ഞാൻ പറയുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഓരോ സൂറത്തിന്റെ മഹത്വമായി ഇത് പറയണേ. ね。 അപ്പൊ ഖുർആൻ മുഴുവനും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു മകൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും, 1 നമ്മുടെ
അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ, തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ആ തെറ്റുകൾക്ക് മുഖം തിരിച്ച് നടക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അങ്ങനെ നടക്കാൻ അതാണല്ലോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. നമ്മുടെ ഇച്ഛകൾ നമ്മൾ വലിച്ചെറിയണം. നമ്മുടെ മോഹങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മറിച്ചെറിയുമ്പോഴാണ് അള്ളാഹുവിന്റെ സ്വർഗം നമുക്ക് നേടാൻ കഴിയുന്നത്. അല്ലാതെ നമുക്ക് തോന്നുന്നത് പോലെ ജീവിച്ചിട്ട് അള്ളാന്റെ സ്വർഗത്തിൽ പോകാമെന്ന് നമ്മൾ ആരും കരുതണ്ട. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അവിടെ നിന്ന് ഹദീസിന്റെ കിതാബുകൾ, പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു, നമ്മളുടെ ആഗ്രഹങ്ങൾ, പാപങ്ങൾ ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ആ പാപങ്ങളിൽ നിന്ന് പിന്തിരിയാൻ കഴിയണം. തെറ്റുകൾ ചെയ്യാൻ അവസരമുണ്ടാകുമ്പോൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ആ തെറ്റുകളിൽ നിന്ന് പിന്തിരിയാൻ എനിക്കോ നിങ്ങൾക്കോ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു പോകാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. 2, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള രണ്ടാമത്തെ എളുപ്പവഴി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവിൽ നിന്ന് കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ അള്ളാഹു നമുക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഇന്ന സമനൽ ജന്നതി അത്വഅതു വതറഖു ദുനിയ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു തരുന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ്, അത് ചെറുതാകട്ടെ, ചെറിയ വീടാകട്ടെ, ചെറിയ വാഹനമാകട്ടെ, ചെറിയ ഭക്ഷണമാകട്ടെ, എന്തുമാകട്ടെ, അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹു സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് അങ്ങനെ ഒരു മനസ്സില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആദമിന്റെ മക്കളുടെ ആഗ്രഹങ്ങൾ തീരണമെങ്കിൽ അവൻ ഒരു മല കിട്ടിയാൽ പറയാം അടുത്ത സ്വർണ്ണമല വേണമെന്ന്, അത് കിട്ടിയാൽ പറയാം അടുത്തത് വേണമെന്ന്. അവന്റെ ആഗ്രഹം പള്ളിക്കുടിയിൽ എത്തിയാല്ലാതെ തീരില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും ആരാ ഇപ്പൊ നല്ല വഴി ഹലാലായ കച്ചവടം നടത്തുന്ന എത്ര പേരുണ്ട്? എല്ലാവർക്കും എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം. അതിന് ഏത് വളഞ്ഞ വഴിയിലൂടെയും പണമുണ്ടാക്കാൻ എളുപ്പ വഴികൾ തേടിയിട്ട് ജനങ്ങൾ ഇങ്ങനെ പരക്കം പായുക. ഇപ്പൊ പിന്നെ ചെയിൻ ബിസിനസ്, അതിനെ കുറിച്ചൊക്കെ ആ മസല ഒന്ന് പഠിക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട്. ഈ ചെയിൻ ബിസിനസ് ഇപ്പൊ ഒരാളെ ഏൽപ്പിച്ചു കൊടുത്താൽ ഇത്ര രൂപ കിട്ടും, അടുത്ത ആളെ ഏൽപ്പിച്ചു കൊടുത്താൽ കിട്ടും. ഇതൊക്കെ ആരാ പഹക്കം പത്തിലൊക്കെ നോക്കുക. സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയിട്ട് കുറെ അങ്ങിട്ട് കൊടുക്കുക. 10 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാസം ഇത്ര രൂപ കിട്ടും. അതൊരു ഡിപ്പോസിറ്റാ 10,000 രൂപ. അതൊരു ഡിപ്പോസിറ്റ് 10,000 രൂപ. എന്റെ പ്രിയപ്പെട്ടവരെ, അത് ആ കച്ചവടത്തിന്റെ കണക്കെടുത്ത് ലാഭം നോക്കിയിട്ട് അതിലൊരു വിഹിതമാണ് തരുന്നത്. ചിന്തിച്ചു നോക്ക്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഹലാലും ഹറാമും ഇന്ന് നോക്കാതെ ജനങ്ങൾ എങ്ങനെയെങ്കിലും അള്ളാഹു എല്ലാവരുടെ മുന്നിൽ വലിയവനാകണം, അവനെക്കാളും വലിയ വണ്ടി വേണം, അവനെക്കാളും വലിയ വീട് വേണം, ഈ ഒരു ചിന്തയോടുകൂടി ജനങ്ങൾ ഇങ്ങനെ ജീവിക്കുകയാ. ഹലാലും ഹറാമും പരിഗണിക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെട്, അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെട്. അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചിലർക്ക് പിന്നെ വല്ലാത്ത പരാതി, ഉസ്താദേ എത്രയോ കാലമായി ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നു, സ്വന്തമായിട്ടൊരു വീടില്ലല്ലോ, ഇതുവരെ എന്റെ കച്ചവടം നേരെയാകുന്നില്ലല്ലോ, എന്റെ മക്കളൊക്കെ വളർന്നു വരുന്നല്ലോ, ജീവിതത്തിലെ വലിയ പ്രയാസങ്ങൾ, അള്ളാഹു എന്തേ എനിക്കൊന്നും തരാത്തത്, എന്തേ ഞാൻ രക്ഷപ്പെടാത്തത്, എന്തേ അള്ളാഹ്ക്ക് എന്നോട് വല്ലാത്ത വെറുപ്പാണോ, അള്ളാഹ് എന്നെ കൈവിട്ടതാണോ എന്ന് വളരെ വേദനയോടുകൂടി പറയുന്നവർ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചരിത്രം അവിടെ നിന്ന് പറഞ്ഞു തരാം. എന്റെ പ്രിയപ്പെട്ടവരോട് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അള്ളാഹു അവനെ വല്ലാതെ ഇടുക്കിക്കളയും. അവന്റെ ജീവിതത്തിൽ ദുഃഖവും പ്രയാസവും പ്രതിസന്ധിയും ഒരുപാട് വേദനയും അള്ളാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവറുകൾ അവിടെ നിന്ന് പഠിപ്പിച്ചു തരികയാ. അള്ളാഹുവിന് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു അങ്ങനെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ പ്രവാചകന്റെ ജീവിതം ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ഈ ചങ്ങനാശ്ശേരി ഇരിക്കണ പായിപ്പാട്ടുകാരെങ്കിലും വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും?
നമ്മൾ ആരെങ്കിലും വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റത്തെ കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ടോ? ഇല പറിച്ച് തിന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വയറ്റത്ത് അനുചരന്മാര് മുഴുവനും ഒരു കല്ല് വെച്ചപ്പോ നേതാവ് 2 കല്ല് വെച്ച് കെട്ടിയിട്ട് കിടക്കാം. ഇന്ന് നമ്മളിപ്പോ ചിന്തിക്കുന്നത് ഉസ്താദെ വയറ്റി കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുമോ? എന്താ മാറുമോ? നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചരിത്രം എടുത്തു നോക്ക്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു അവന് വേദനയും ദുഃഖവും പ്രതിസന്ധിയും പ്രയാസവും എല്ലാം അള്ളാഹു കൊടുക്കും. ഒരാൾക്ക് അള്ളാഹുവിന് ഇഷ്ടമല്ലെങ്കിൽ അള്ളാഹു അവന്റെ മുന്നിൽ ദുനിയാവ് തുറന്നു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മളൊക്കെ തന്നെ ചോദിക്കുമല്ലോ, ഉസ്താദെ പള്ളിയില്ല, പട്ടവും ഇല്ല, ഒരു പൊരുത്തിന് പോലും 5 നയാ പൈസ സദഖ കൊടുക്കത്തില്ല, പക്ഷെ അവൻ ഏത് കടയിട്ടാലും വിജയിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുമല്ലോ, ഇപ്പൊ അവൻ മാത്രം എന്റെ കൂടപ്പുറപ്പാണെങ്കിലും അവൻ പള്ളിയിൽ പോലും കയറത്തില്ല, വെള്ളിയാഴ്ച തന്നെ അവൻ വരുന്ന പാടവൻ അറിയാം. അപ്പൊ അങ്ങനെ ജീവിച്ചിട്ടും അള്ളാഹു അവന് വാരിക്കോരി കൊടുക്കുന്നല്ലോ. ഞാൻ തഹജ്ജുദ് നിസ്കരിക്കും, എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിലുണ്ട്, എനിക്ക് അള്ളാഹു വല്ലാത്ത ദുഃഖവും പ്രയാസവും എന്നും ഇതൊക്കെ തന്നെയാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു തരുന്നു, അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ പ്രയാസപ്പെടുത്തും, വേദനിപ്പിക്കും. എന്റെ പ്രിയമുള്ളവരെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ചരിത്രം പറയുന്നു, ഒരു ദിവസം തന്റെ വീടിന്റെ അകത്ത് കിടന്നിട്ട് മുത്തുനബിക്ക് ഉറക്കം വരുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകന് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, വിശപ്പ് സഹിക്കാൻ കഴിയാതെ പ്രവാചകൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു, എന്നിട്ടും ഉറക്കം വരുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അവസാനം വീടിന്റെ അകത്ത് നിന്ന് പടുത്തു കിടക്കുന്ന മലരാരണ്യത്തിലൂടെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ ഇറങ്ങി നടന്നു പോകുമ്പോൾ, അതാ പ്രവാചകന്റെ മുന്നിൽ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നടന്നു പോകുമ്പോ തനിക്കെതിരെ ഒരാൾ ഇങ്ങനെ നടന്നു വരികയാണ്. തനിക്കെതിരെ ഒരാൾ ഇങ്ങനെ നടന്നു വരികയാ. ആരാ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്ന, അബൂബക്കറെ, ഈ സമയത്ത് നീ എവിടേക്ക് പോവുകയാണ്? ഈ സമയത്ത് നീ എവിടേക്ക് പോവുകയാണ്? അല്ലാഹുവിന്റെ റസൂലിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, എനിക്ക് വിശപ്പ് താങ്ങാൻ കഴിയുന്നില്ല നബിയേ, അതുകൊണ്ട് വീടിന്റെ അകത്ത് കിടന്നിട്ട് ഉറക്കം വരാതെ ഇറങ്ങി നടന്നതാണ്. അബൂബക്കർ തങ്ങളെ ചോദിച്ചു, നബിയേ അങ്ങെങ്ങോട്ടാണ്? അല്ലാഹുവിന്റെ റസൂല് ചിരിച്ചു കാണിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, 2 പേരും മുന്നോട്ട് നടക്കുകയാണ്. ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം ലഭിച്ചാലോ, റസൂലുള്ളാഹി തങ്ങളെ നടന്നു പോകുമ്പോ, അബൂബക്കർ തങ്ങളെ നടന്നു പോകുമ്പോ മൂന്നാമതൊരാൾ വരുന്നു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. അവിടെ നിന്ന് ചോദിക്കുന്നു, ഉമറേ എവിടെ പോവുകയാണ്? നബിയേ വിശക്കുന്നു നബിയേ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. അല്ലാഹുവിന്റെ റസൂലിനോട് അവിടെ നിന്ന് പറഞ്ഞു. 3 പേരും കൂടെ അവസാനം ഒരു സ്വഹാബിയുടെ വീട്ടിലേക്ക് കടന്നുപോയി. അവിടെ നിന്ന് കഴിക്കാൻ ആ സ്വഹാബി ഓടിച്ചെന്ന് ഭക്ഷണം എടുത്തു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കൊണ്ടുവച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ റസൂൽ അതിൽ നിന്നൊരൽപ്പം തന്റെ പൊന്നാര മകളായ ഫാത്തിമയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടി എടുത്തു മാറ്റിവെച്ചു. എന്നിട്ട് അബൂബക്കർ തങ്ങളും ഉമർ തങ്ങളും മുത്തുനബിയും കൂടെ ആ കൊണ്ടുവച്ചിരുന്ന ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് വിളിക്കുന്നു, സ്വഹാബാ, നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ഇതിനും കണക്ക് പറയണം സ്വഹാബാ. പൊട്ടിക്കരന്നുകൊണ്ട് ചോദിക്കുന്നു, നബിയേ, ദിവസങ്ങൾക്ക് ശേഷം കിട്ടുന്ന ഒരു ഭക്ഷണമാണ്, ഇതിന് പോലും നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരുമോ? അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഉമർ തങ്ങൾ ചോദിച്ചു എന്ന് ചരിത്രം പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ റബ്ബിനോട് ദുആ ചെയ്തത് എന്തെന്നറിയുമോ? എനിക്ക് കോടികൾ വേണമെന്നല്ല, എനിക്ക് കൊട്ടാരങ്ങൾ വേണമെന്നല്ല, എനിക്ക് ഒരുപാട് സമ്പത്ത് തരണമെന്നല്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ആയിഷ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ആയിഷ. ഭർത്താവ് വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, കഴിക്കാൻ ഭക്ഷണമുണ്ടോ? ആയിഷ ബീബി അതാ മിണ്ടുന്നില്ല. ആയിഷ ബീബി മിണ്ടുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും ഉണ്ടോ? ആയിഷ ബീബി കരയുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കരയുകയാണ്. അവസാനം
പ്രവാചകൻ പറഞ്ഞു കരയണ്ട. അവസാനം വീടിന്റെ അകത്ത് കയറിയിട്ട് മുത്തുനബി ചുരുണ്ട് കിടക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒട്ടിക്കിടക്കുന്ന വയറ് കണ്ടപ്പോ ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ ഓടിച്ചെന്നിട്ട് വയറിന്റെ മുകളിൽ കൈവച്ചിട്ട് തലോടുകയാ. അല്ലാഹുവേ, എന്നോട് എന്റെ ഭർത്താവ് ഭക്ഷണം ചോദിച്ചിട്ട് പച്ചവെള്ളം ചോദിച്ചിട്ട് കുടിക്കാൻ കൊടുക്കാനില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വയറ് തടകുമ്പോ ആയിഷാ ബീബിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് താഴെ വീഴുമ്പോ റസൂലുള്ള ഞെട്ടി ഉണർന്നിട്ട് ചോദിക്കുന്നു, ആയിഷ, എന്തിനാണ് ആയിഷ നീ കരയുന്നത്? നബിയെ, അങ്ങയുടെ അവസ്ഥ കണ്ടിട്ടാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു മറുപടി ഇന്നത്തെ സർവ്വ പെണ്ണുങ്ങൾക്കും പഠിക്കാനുള്ളതാണ്. ഇന്നത്തെ സർവ്വ പെണ്ണുങ്ങളും, എല്ലാ ഭാര്യമാരും, എല്ലാ പെണ്ണുങ്ങളും പഠിക്കേണ്ടതാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, ആയിഷ, കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിലും നീ എന്റെ കൂടെ ഇല്ലേ ആയിഷ? കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിലും നീ എന്റെ കൂടെ ഇല്ലേ ആയിഷ? എന്റെ പ്രിയമുള്ളവരെ, തന്റെ ഭർത്താവിന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിന്നവളാണ് ആയിഷ. ആയിഷയ്ക്ക് 50 വയസ്സൊന്നുമില്ലായിരുന്നു. ആയിഷ ബീബി അഭിമാനത്തോടുകൂടി അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ആയിഷ ബീബി അഭിമാനത്തോടുകൂടി പറയുമായിരുന്നു, ഒരാൾക്കും കിട്ടാത്ത 9 ഭാഗ്യം കിട്ടിയവളാ ആയിഷ. ഒരു പെണ്ണിനും കിട്ടാത്ത, മുത്തുനബിയുടെ ഒരു ഭാര്യമാർക്കും കിട്ടാത്ത 9 ഭാഗ്യം ലഭിച്ചവളാണ് ആയിഷ. ആയിഷ ബീബി അഭിമാനത്തോടുകൂടി പറയുമായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ആ 9 കാര്യത്തിൽ ഒരു കാര്യം എന്തെന്നറിയോ? ആയിഷ ബീബി തന്റെ സഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, മുത്തുനബി എവിടെ കിടന്നാ മരണപ്പെട്ടതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ എവിടെ കിടന്നാ വഫാത്തായതെന്നറിയുമോ? ഈ ആയിഷയുടെ മടിത്തട്ടിലാ, ഈ ആയിഷയുടെ മടിത്തട്ടിൽ കിടന്നാ മുത്തുനബി വഫാത്തായത്. പ്രവാചകന്റെ വായിക്കുള്ളിലേക്ക്, തൊണ്ടക്കുടിയുടെ താഴേക്ക് അവസാനമായിട്ട് കടന്നു പോയത് സംസം വെള്ളമായിരുന്നില്ല. എന്റെ ഉമ്മനീരാ, എന്റെ ഉമ്മനീരാ എന്ന അഭിമാനത്തോടുകൂടി ആയിഷ ബീബി പറയുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ, അങ്ങനെ വരാനുള്ള കാരണം എന്തെന്നറിയുമോ? പടച്ചവനെ, പട്ടിണിയാകട്ടെ, ദുരിതമാകട്ടെ, ദുഃഖമാകട്ടെ, വേദനയാകട്ടെ, ഏത് പ്രതിസന്ധിയാകട്ടെ, തന്റെ ഭർത്താവിന്റെ കൂടെ നിൽക്കുന്നവളാകണം ഭാര്യ. എന്റെ പ്രിയമുള്ളവരെ, ഈ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ, വീടിന്റെ അകത്ത് പട്ടിണി കിടന്ന് ഉറങ്ങുന്ന ഭർത്താവുണ്ടല്ലോ, അവസാനം സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ആയിഷ ബീബിക്ക് വല്ലാത്ത അത്ഭുതമായി. എന്താണ് മുത്തുനബി ദുആ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ എന്താണ് ദുആ ചെയ്യുന്നത്? അവിടുന്ന് ചെന്ന് നോക്കുമ്പോ, സുബ്ഹാനല്ലാഹ്, മുത്തുനബി സുജൂദിൽ കിടന്ന് പാതിരാത്രി പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് അവിടുന്ന് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുമ്മ ഹയ്യിനി മിസ്കീനാ, اللهم احيني مسكينا وامتني مسكينا. എന്റെ പ്രിയമുള്ളവരെ, പടച്ചവനെ സമ്പത്ത് തരണമെന്നല്ല, ആഡംബരം തരണമെന്നല്ല, അല്ലാഹുവേ, അല്ലാഹുമ്മ ഹയ്യിനി മിസ്കീനാ, ഒരു പാവപ്പെട്ടവനെ പോലെ നീ എന്നെ ജീവിപ്പിക്കണേ തമ്പുരാനെ, ഒരു പാവപ്പെട്ടവനെ പോലെ എന്നെ മരിപ്പിക്കണേ തമ്പുരാനെ, നാളെ പാവപ്പെട്ടവരുടെ കൂടെ എന്നെ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്തു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിച്ചു തരുമ്പോ, എന്തുകൊണ്ടെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടികെട്ട് നടന്നു പോകുമ്പോ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്തിനാ നബിയേ ഇങ്ങനെ നടക്കുന്നത്? എന്തിനാ നബിയേ ഇങ്ങനെ നടക്കുന്നത്? ഈ കാണുന്ന പർവ്വതമുണ്ടല്ലോ, ഈ ഉഹദ് മലയുണ്ടല്ലോ, കിലോമീറ്ററുകളോളം നീളമുള്ള ഉഹദ് മലയുണ്ടല്ലോ, ഞാൻ സ്വർണമാക്കി തരാ നബിയേ, എവിടെ പോയാലും കൂടെ വരും നബിയേ, അങ്ങെവിടെ പോയാലും പുറകെ ഈ സ്വർണമല നടന്നു വരും നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വേണ്ട ജിബ്രീലേ, വേണ്ട ജിബ്രീലേ. കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ,
നാളെ സ്വർഗത്തിൽ ആദ്യം കടന്നു പോകുന്നത് പാവപ്പെട്ടവരാണോ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് പറയാ, നബിയെ ഈ വയറ്റത്ത് കല്ലും വെച്ച് കെട്ടിയിട്ട് എന്തിനാ നടക്കണേ? ഈ വയറ്റത്ത് കല്ലും വെച്ച് കെട്ടിയിട്ട് എന്തിനാ നബിയെ നടക്കണേ? ഈ കാണുന്ന കിലോമീറ്ററുകളോളം നീളമുള്ള ഉഹദ് മല ഞാൻ സ്വർണ്ണ കട്ടയാക്കി തരാൻ നബിയെ, കൊണ്ടുപോ, കൂടെ വരും. ഇങ്ങനെ മുത്തി നബി പറഞ്ഞു, എനിക്ക് വേണ്ട. കാരണം എന്തെന്നറിയോ എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ മോള്, ആ മുത്തുനബിയുടെ പൊന്നാര മകള് കല്യാണത്തിന് വേണ്ടി ഒരുങ്ങി ഇറങ്ങിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരുന്നിട്ട് കരയാ. പുതിയ പെണ്ണായിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് മണവാട്ടിയെ പോലെ കല്യാണത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് കരയുന്നു. സഹാബത്ത് പോയിട്ട് ചോദിച്ചു, എന്തിനാ കരയണേ? സഹാബത്ത്, എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് യതീംകുള്ള കുട്ടികളെ കെട്ടിക്കുമ്പോ തന്നെ എന്തൊക്കെയാ ആലോചിക്കുക. നമ്മൾ ഇന്ന് ആലോചിക്കണം, ഓരോ കല്യാണങ്ങളൊക്കെ, പാവപ്പെട്ട കുട്ടികളുടെ കല്യാണങ്ങളൊക്കെ സംഘടനകൾ നടത്തുമ്പോൾ തന്നെ, മഹല്ലുകൾ നടത്തി കൊടുക്കുമ്പോൾ തന്നെ എന്തെല്ലാം മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചു നല്ല നിലയിൽ നടത്തുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകള് പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത് കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് കരയുകയാ. സഹാബത്ത് ചോദിച്ചു, എന്തിനാ അബൂബക്കർ തങ്ങളെ കരയണേ? അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മകള് ധരിച്ചിരിക്കുന്ന വസ്ത്രം കണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചു വെച്ചിരുന്ന ഒരു വസ്ത്രം ധരിച്ചിരുന്നേ. അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മകള് കല്യാണത്തിന് വേണ്ടി പുതിയ പെണ്ണായിട്ട് ഒരുങ്ങി ഇറങ്ങി വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചു വെച്ചിരുന്ന ഒരു വസ്ത്രവും ധരിച്ചിട്ടായി ഇറങ്ങി വരുന്ന ഇത് കണ്ടിട്ടാ സഹാബ ഞാൻ കരഞ്ഞത്.